Hello friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഷോക്ക് വേവ് നമ്മൾ ഹെൽമെറ്റുമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുവാണ്. റുറോക്കിൻ്റെ ഷോക്ക് വേവ് റുറോക്കിൻ്റെ അറ്റ്ലസ് പ്ലാറ്റിനം റോണിൻ എന്ന് പറയുന്ന ഹെൽമെറ്റിലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുവാണ്. ഈ വീഡിയോസ് എല്ലാം ഞാൻ ഒരു ദിവസമാണ് ഷൂട്ട് ചെയ്തത്. പക്ഷേ സെപ്പറേറ്റ് ഇട്ടാൽ ആൾക്കാർക്ക് അത് സെർച്ച് ചെയ്ത് അത് അവർക്ക് ഇപ്പോൾ ആ ഹെൽമെറ്റ് വേണമെങ്കിൽ അതിൻ്റെ അൺബോക്സിങ് മാത്രം കണ്ടാൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇട്ടത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ അൺബോക്സിങ്ങിലേക്കും അതെങ്ങനെയാണ് ഹെൽമെറ്റിലേക്ക് ഫിറ്റ് ചെയ്യുന്നതിന് ഉള്ളതിലേക്കും നമുക്ക് കടക്കാം. ഇതാണ് നമ്മുടെ അറ്റ്ലസ് ഷോക്ക് വേവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അറ്റ്ലസ് ഹെൽമെറ്റ്സ് എല്ലാം ഷോക്ക് വേവ് കോമ്പാക്റ്റബിൾ ആണ്. അതിൻ്റെ വൈസറിൽ തന്നെ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങളാണുള്ളത്. നമ്മൾ ഷോക്ക് വേവ് ഉണ്ട്, പിന്നെ സ്പീക്കേഴ്സ് ഉണ്ട്, മൈക്ക് ഉണ്ട്, പിന്നെ അതിന് നമ്മൾ റിമൂവ് ചെയ്യുന്ന ടൂളും ഉണ്ട്, ചാർജിങ് കേബിളും ഉണ്ട്, പിന്നെ നമുക്ക് യൂസർ മാനുവലാണുള്ളത്. യൂസർ മാനുവൽ പല ലാംഗ്വേജസിലുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളൊരു മാനുവലാണ്. ഞാൻ ഓൾറെഡി അത് നോക്കിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും ഡയറക്റ്റ് അതിൻ്റെ ഫിറ്റിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ എനിക്ക് ഹെൽമെറ്റ് ഹോൾഡ് ചെയ്യാൻ സംഭവം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഹെൽമെറ്റ് ബാഗ് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഹെൽമെറ്റ് പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ക്രാച്ചസ് ഒന്നും ഇല്ലാതെ ഹെൽമെറ്റ് നല്ല ഭംഗിയായിട്ടിരിക്കും. പിന്നെ നമ്മൾ ഇത് റിമൂവ് ചെയ്യുക, ഈ സ്ക്രൂസ് റിമൂവ് ചെയ്യുക. വളരെ ചെറിയ സ്ക്രൂ ആയതുകൊണ്ട് തന്നെ നമ്മളത് സൂക്ഷിച്ച് പിടിക്കുക. ഈ വൈറ്റ് പേപ്പറിൽ നമ്മൾ സ്ക്രൂ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മിസ്സാവാണ്ട് അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ അടുത്തായിട്ട് നമ്മളിത് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിലൊരു ആൻറ്റിന കേബിൾ എന്നാണ്, ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ ഇതൊരു ആൻറ്റിന കേബിൾ എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഈ പാഡ്സ് എല്ലാം റിമൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷനിലാണ് നമ്മൾ ഇതിൻ്റെ ഒരു മിഡിലായിട്ടാണ് നമ്മുടെ സ്പീക്കർ നമുക്ക് ഫിക്സ് ചെയ്യേണ്ടത്. രണ്ട് സൈഡിലും ഉണ്ട്. പിന്നെ മൈക്ക് നമ്മൾ നേരെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ഫിറ്റ് ചെയ്യുന്നതിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ ഈ സംഭവമാണ് നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ സ്പീക്കറും മൈക്കും ഇതിനുള്ളിലൊരു ഹോളുണ്ട്, നമുക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. ഇതിനുള്ളിൽ ഇവിടെ ഒരു ഹോളുണ്ട്. അപ്പോൾ ഈ ഹോളിനുള്ളിലൂടെ, ഈ പോർഷനിൽ ഹോളുണ്ട്, ഈ ഹോളിനുള്ളിലൂടെ നമുക്ക് നമ്മുടെ സ്പീക്കറിൻ്റെ വയർ നമുക്ക് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഹോളിനുള്ളിൽ കൂടെ ഇത് എടുക്കുക, പ്ലഗ് ചെയ്യാനുള്ളത് കണ്ടോ, വളരെ ഈസിയാണ്. ഇത് എടുക്കുക, എന്നിട്ട് നമ്മൾ നമ്മുടെ ഷോക്ക് വേവിലേക്ക് ഇത് പ്ലഗ് ചെയ്യുക. അതുപോലെ ഇതും പ്ലഗ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഇത് ഉള്ളിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. കുറച്ച് കേബിൾ നമ്മൾ വലിച്ചെടുക്കുക, ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. കണ്ടോ, കറക്റ്റായിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോകും. ഞാൻ ഫുൾ ഇൻസേർട്ട് ചെയ്യുന്നില്ല, സ്പീക്കേഴ്സൂടെ വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്യുന്നുള്ളൂ. അടുത്തായിട്ട് നമ്മുടെ സ്പീക്കർ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യുക, ഒരു സെൻറ്റർ പോർഷനിൽ പ്ലേസ് ചെയ്യുക. എന്നിട്ട് മൈക്ക് നമ്മൾ ഏകദേശം, മൈക്കിൽ നമുക്കൊരു 3M സ്റ്റിക്കർ ഉണ്ട്, അത് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തിട്ട് ഏകദേശം നമ്മുടെ ഒരു ഫ്രണ്ട് പോർഷനിൽ മൈക്ക് ഒട്ടിച്ച് വെക്കുക. ഓക്കെ, ഈ പോർഷനിൽ മൈക്ക് ഒട്ടിച്ച് വെക്കുക. പിന്നെ നമ്മുടെ അടുത്ത സ്പീക്കർ എടുക്കുക, നമ്മുടെ ഈ പോർഷനിൽ ഒട്ടിച്ച് വെക്കുക. അതുപോലെ സ്പീക്കർ നമ്മൾ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക. ഓക്കെ, ഇനി നമ്മുടെ പാഡ്സ് എല്ലാം നമ്മൾ തിരിച്ചിടുക. അപ്പോൾ നമ്മൾ പാഡ്സ് എല്ലാം തിരിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സ്ക്രൂ ഇട്ടത് വീണ്ടും ടൈറ്റ് ചെയ്യുക.
ഇത്രേ ഉള്ളൂ. ഇനി ഇതിൻ്റെ പവർ ബട്ടൺ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ. ഇതിപ്പോൾ ഓണായി. ഇത് വോളിയം ഡൗണ്, ഇത് വോളിയം അപ്പ്. ഇത്രയാണ്. ഇൻ ഫ്യൂച്ചർ ഇവരുടെ ഇൻ്റർകോം ഇറക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഷോക്ക് വേവിൻ്റെ ഇൻസ്റ്റാളേഷൻ. വളരെ എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്പീക്കേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മൈക്ക് ഇവിടെ നല്ല ഫേമായിട്ടിരിക്കുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് കുട്ടനായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഷോക്ക് വേവിൻ്റെ ഇൻസ്റ്റാളേഷൻ. ഒരു നീല ലൈറ്റ് കത്തുന്നുണ്ട്. ഇതിലിപ്പോൾ ഒരു ബ്ലൂടൂത്ത് ഉണ്ടെന്ന് പോലും ആരും അറിയില്ല. അത്രയ്ക്കും കോമ്പാക്റ്റബിളാണ്. വെയിറ്റ് ഒന്നും നമുക്ക് കൂടത്തില്ല. നമുക്കിത് ഫോണുമായിട്ട് പെയർ ചെയ്യാനായിട്ട് ഈ വോളിയം അപ്പ് ബട്ടനും വോളിയം ഡൗൺ ബട്ടനും ഒരുമിച്ച് പിടിച്ചാൽ ഇതുപോലെ ചുമല നീല ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈ ടൈമിൽ നമുക്ക് ഫോണിൽ ഇത് നമുക്ക് ബ്ലൂടൂത്തിൽ കാണാൻ പറ്റും. അങ്ങനെയാണ് നമ്മളിത് പെയർ ചെയ്യുന്നത്. നമ്മുടെ ഷോക്ക് വേവിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു 100,000 താങ്ക്സ്. എന്തായാലും ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പോൾ ഒരിക്കലും 20,000 സബ്സ്ക്രൈബേഴ്സ് ആവുന്നൊന്നും വിചാരിച്ച് തുടങ്ങിയൊന്നുമല്ല, ഒരു പാഷൻ്റെ പുറത്ത് തുടങ്ങിയാണ്. പക്ഷേ 20,000 പേര് നമുക്ക് ഫ്രണ്ട്സായിട്ട് കിട്ടിയെന്ന് അറിയുമ്പം അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഒന്ന് വേറെ തന്നെയാണ്. ചില സ്ഥലങ്ങളിലെങ്കിലും ചെല്ലുമ്പോൾ നമ്മളെ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. ഏതൊരു യൂട്യൂബറിനും അവർ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത്. ആ എഫേർട്ടിന് ശരിക്കും നമ്മളെ ആൾക്കാർ അംഗീകരിക്കുന്ന അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഈ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങൾക്കിത് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ. അതുപോലെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ പോസിറ്റീവ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. ഇറ്റ്സ് ഹിയർ വിച്ചു.